ഹായ് ഫ്രണ്ട്സ്, ജേണി വിത്ത് ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ രാവിലെ എണീറ്റ് ഇതേ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. എന്നും പറയുന്നതാണ്, എന്നാലും വെള്ളം കുടിച്ചു, ചായ വെച്ചു, കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്നും കടലയും പയറൊക്കെ തന്നെയാണ്, പിള്ളേർക്ക് അത് ഇഷ്ടം. അപ്പോൾ പിന്നെ അതന്നെ വെക്കും. ഏതാനും പച്ചക്കറിയോടൊന്നും ഒരിക്കലും താല്പര്യം. കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കുക്കറിൽ, കുഞ്ഞു കുക്കറിൽ കടലയിട്ടു, വലിയ കുക്കറിൽ അരിയിട്ടു. റേഷൻ്റെ ഇപ്പോൾ മട്ടരി, അപ്പോൾ ഒരു 3-4 വിസിലടിക്കണം അങ്ങനെ. അപ്പോൾ അതൊക്കെ വെച്ചു. അപ്പോഴേക്കും എന്ത് ചായ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ണിക്കുള്ള ചായ കൊടുക്കാനായിട്ട് അവളപ്പോഴേക്കും എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അവൾ എണീറ്റ് പല്ലൊക്കെ തേച്ച്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എണീറ്റിൻ്റെ പിന്നാലെ അവളെ പഠിക്കാനായിട്ട് അവൾ വിളിക്കും. അപ്പോൾ അവൾക്ക് നമുക്ക് ചായ കൊണ്ട് കൊടുക്കാം. അങ്ങനെ അവൾക്കുള്ള ചായയൊക്കെ എടുത്ത് അത് കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അവളവിടെ അപ്പോഴേക്കും പല്ലൊക്കെ തേച്ച് വന്നിരുന്നു. അപ്പോഴേക്കും ചോറിൻ്റെ കുക്കർ വിസിലടിച്ചു, കടല വെച്ച കുക്കർ വിസിലടിച്ചു. അങ്ങനെ വിസിലുകൾ മാറി മാറി അടിക്കുന്നുണ്ട്, രണ്ടും അടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇത്തിരി ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ട് വേപ്പിലയൊക്കെ ഇട്ട് കൂട്ടാൻ കാച്ചാനായിട്ട്. അപ്പോൾ കുക്കറൊക്കെ ഞാൻ വിസിൽ കളഞ്ഞ് തുറന്ന്, അപ്പോൾ ഇത്തിരി വെള്ളമൊഴിച്ച്, കൊഴുപ്പ് പോകണ്ട ഇത്തിരി വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെച്ചു. കൊഴുപ്പ് പോകണം, മട്ടരിയല്ലേ. പിന്നെ പ്രത്യേകിച്ച് കുക്കറിലിട്ട കാരണം കേട്ടോ. എന്നിട്ട് കടല കാച്ചാനായിട്ട് വെച്ചു. കടല കാച്ചി, അപ്പോൾ ലേശം കടല എടുത്ത് ഞാൻ മിക്സിയിലിട്ട് അരച്ചൊഴിച്ചു. ഒരു അടുപ്പുമ്മ കടല ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റേ അടുപ്പുമ്മ ചോറ്. കടലയൊക്കെ കാച്ചി കുറുതാക്കി വെച്ചു. അപ്പോൾ കട്ടൻ ചായ കാലത്ത് കുടിച്ച് കഴിഞ്ഞു. പിന്നെ വെക്കാൻ പോയില്ല, ചോറ് ഊറ്റി വെച്ചു. പിന്നെ ഞാൻ പുട്ടുണ്ടാക്കി. അത് റവപ്പുട്ടാണ് ഉണ്ടാക്കിയേട്ടാ. കുറച്ച് റവ എടുത്ത് എനിക്ക് ഉണ്ണിക്ക് മാത്രം മതി, തത്തിക്ക് തീരെ താല്പര്യമില്ല പുട്ടിനോട്. അപ്പോൾ ഞാൻ ഉണ്ണിയും കൂടി റവ ഒരു കണപുട്ട്, എനിക്ക് ഉണ്ണിക്കും കൂടി ഒരു കണപുട്ട് ഉണ്ടാക്കിയിട്ട് റവപ്പുട്ട് ഉണ്ടാക്കി. അത് പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ അത് കുത്തി ഇട്ടതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഒറ്റയ്ക്കല്ല, എല്ലാം കൂടി നടക്കില്ല ഒരു കൈ കൊണ്ട്. പിന്നെ അവർ പോകേണ്ട തിരക്കിലാണ്, പിന്നെ എനിക്കും പോകണമല്ലോ. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കിയെന്ന് വെച്ചു, റവ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വൈകുന്നേരം അവർ കഴിക്കില്ല, അപ്പോൾ എനിക്കെല്ലാം കഴിക്കാമല്ലോ. ജോലി കഴിഞ്ഞ് വരുമ്പോൾ വിശക്കും എന്തായാലും. അത് കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിക്കാനൊക്കെ വെള്ളം ഉണ്ടായിരുന്നൊക്കെ പകർത്തി. അപ്പോൾ എനിക്ക് ഉണ്ണിക്ക് വെള്ളം പകർത്തി. പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു, എനിക്ക് ചോറ് പകർത്തി. അവർക്കൊക്കെ പകർത്തിനായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ജോലിക്ക് പോയി വന്നു, റേഷൻ കടയിൽ വന്നു, മാവ് കഴിച്ചു, റേഷൻ കടയിൽ പോയി വന്നു. റേഷൻ കടയിൽ ഇപ്പോൾ മട്ടരിയും ഗോതമ്പും കിട്ടി. മണ്ണെണ്ണയൊന്നും ഇല്ല, മണ്ണെണ്ണ കഴിഞ്ഞോട്ടം കിട്ടിയായിരുന്നു. പിന്നെ പച്ചരി മേടിച്ചില്ല. അപ്പോൾ അവൾ ചമ്മന്തി കാലത്തെ കടല കൂട്ടാനാണ്. അപ്പോൾ അവൾ ചമ്മന്തി ഇത്തിരി ഉണ്ടാക്കാമെന്നിട്ട് ഉള്ളി നന്നാക്കായിരുന്നതാണ് തത്ത. അപ്പോൾ കത്തി കൊണ്ടുള്ള ആക്ഷനാണ് കാണുന്നത് മുഴുവൻ. ഞാൻ അങ്ങനെ ഗോതമ്പ് ഇങ്ങനെ എടുത്തത്, പൊടീൻ്റെ ഉച്ചുണ്ടോയെന്ന് അറിയാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അങ്ങനെ അവൾ ചമ്മന്തി അരച്ചു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ചോറൊക്കെ തിളപ്പിച്ചൂറ്റി, ചോറും ഇത്തിരി കടല കൂട്ടാനും കുറച്ച് ചമ്മന്തി ഇട്ട് ചൂട്ടോടുകൂടി ചോറുണ്ടു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. വലിയ കുഴപ്പമില്ലാണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് പോയി.